ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന റോക്കി ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ ഒരു പരാമർശം ഗുരുതര ആരോപണവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് റോക്കി ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ റോക്കി അഖിൽമാരാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അഖിൽമാരാർ ഇപ്പോൾ ഫേമസ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഒരു സമയത്ത് അഖിൽമാരാർ പറഞ്ഞിരുന്നു ഇതൊരു മഹത്തായ ഷോ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലു മാളിൽ പോയി തുണി പൊക്കി കാണിക്കുന്നതാണ് എന്നൊക്കെ അഖിൽ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ശ്രദ്ധ നേടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടിയാണ് അഖിൽ പറയുന്നത് എന്നാണ് ഇപ്പോൾ റോക്കി പരാമർശിക്കുന്നത്. അപ്പോൾ എന്തായാലും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ആ ചാനലൊന്ന് കയറി നോക്കിയാൽ അറിയാവുന്നതാണ്. എന്തായാലും വളരെ വ്യക്തമായിട്ട് തന്നെ റോക്കി ഇത് പറയുന്നുണ്ട്. എന്തായാലും അഖിലിനെതിരെ റോക്കി പറയുന്ന ഈ പരാമർശത്തോട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ റോക്കി പറയുന്നുണ്ട് ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ആളാണ് അഖിൽ എന്നും പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഹൗസിലിരിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഉള്ള സമയത്ത് അവരുടെ പ്രൈസ് മണിയും കപ്പും എല്ലാം നേടിയെടുത്ത് ആ സമയത്തൊന്നും പറയാതെ ഇപ്പോൾ എല്ലാം കോൺട്രാക്ട് ഒക്കെ അവസാനിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ട് എന്തായാലും ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത പരിപാടിയാണ് അഖിൽ കാണിക്കുന്നത് എന്നൊക്കെയാണ് റോക്കി ഇവിടെ പരാമർശിക്കുന്നത്. എന്തായാലും അഖിലിന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിരുന്നു. ഒരിക്കലും ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് പറയാൻ പാടില്ലായിരുന്നു എന്നും റോക്കി ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും റോക്കിക്ക് എതിരെയുള്ള കമന്റുകളാണ് ആ ചാനലിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയണേ.